ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നത് നിർത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ എതിർപ്പ് ശക്തമായിരുന്നു. സംസ്ഥാനത്ത് 51,10,908 ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. എതിർപ്പ് ശക്തമായതോടെ പുതിയ രീതി നടപ്പാക്കുന്നതിൽ തീരുമാനമായിട്ടില്ല. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നത് നിർത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ വയോജനങ്ങളും പ്രതിപക്ഷവും എതിർപ്പ് ശക്തമാക്കിയിരുന്നു. പൂർണ്ണമായും കിടപ്പിലായ രോഗികൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് മുഖേന പെൻഷൻ നൽകുമെന്നായിരുന്നു ധനവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ്. ഇതോടെ പെൻഷൻ ഗുണഭോക്താക്കൾക്കെല്ലാം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുണ്ടോ, കിടപ്പ് രോഗികളെ നിശ്ചയിക്കുന്നതെങ്ങനെ എന്നിവ സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഉയർന്നിരുന്നു. അതിനാൽ എന്നു മുതൽ പുതിയ രീതി നടപ്പാക്കണമെന്നതിൽ തീരുമാനമായിട്ടില്ല. തൽക്കാലം പെൻഷൻ വിതരണം നിലവിലെ രീതിയിൽ തന്നെ തുടരുമെന്നും ഓണത്തിന് ശേഷം പുതിയ നടപടിക്രമം നിശ്ചയിക്കുമെന്നും പിന്നീട് അറിയിച്ചു. സംസ്ഥാനത്ത് 51,10,908 ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. ഇതിൽ 27,95,912 പേർക്ക് ബാങ്ക് വഴിയാണ് വിതരണം ചെയ്യുന്നത്. ബാക്കി 23,14,996 പേർക്കാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിച്ചു നൽകുന്നത്. 2016 ഓഗസ്റ്റ് മുതലാണ് പെൻഷൻ വീട്ടിലെത്തിച്ചു നൽകുന്ന പദ്ധതി ആരംഭിച്ചത്. പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിന് ഇടതു സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി തുടങ്ങിയിരുന്നു. ഈ സ്ഥാപനം വായ്പയെടുത്ത് എല്ലാ മാസവും പെൻഷൻ നൽകുകയാണ് ചെയ്യുന്നത്. സർക്കാർ ഫണ്ട് അനുവദിക്കുന്നതിനനുസരിച്ച് വായ്പ തിരിച്ചടയ്ക്കും. പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യമാണ് പെൻഷൻ കമ്പനിക്ക് കൂടുതൽ പണം നൽകിയിരിക്കുന്നത്. അവർക്ക് 7,623.82 കോടി രൂപ സർക്കാർ നൽകാനുണ്ട്. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപ പിരിവുകാർ അടക്കമുള്ള ജീവനക്കാരാണ് വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നത്. ഒരാൾക്ക് പെൻഷൻ നൽകുന്നതിന് 25 രൂപ ഇൻസെന്റീവായും നൽകും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.